ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ വിനീത വിനയൻ. ആഡ് മോർ ഡയറ്റ് ഇൻ യുവർ ഫുഡ്. ഈ ഒരു സെന്റൻസ് മിക്ക ഹെൽത്ത് കെയർ കൺസൾട്ടന്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നതോ അല്ലെങ്കിൽ കേൾക്കുന്നതോ ആണ് അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്? കൂടുതൽ ഡയറ്റിനകത്ത് ഫൈബേഴ്സ് ആഡ് ചെയ്യാന്നുള്ളത് അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബാക്കിയുള്ള ന്യൂട്രിയൻസിനെ പോലെ തന്നെയാണ് ഫൈബറും. പക്ഷെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈബർ അബ്സോർബ് ചെയ്യുന്നില്ല ബോഡിയിലേക്ക്. കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും ബോഡിയിൽ ചെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് അബ്സോർബ് ചെയ്യുന്നു. ബട്ട് ഫൈബർ ഇവിടെ അബ്സോർഷൻ ഇല്ല, ബൾക്കി സ്റ്റൂൾസിനെ ഫോം ചെയ്ത് വെളിയിലേക്ക് പോവുകയാണ്. ഈ ഫൈബറിന്റെ ഏറ്റവും നല്ല സോഴ്സ് എവിടെയായിരിക്കും? സംശയമില്ല, അത് പ്ലാന്റ് ഒറിജിൻ തന്നെയാണ്. പ്ലാന്റ് ഒറിജിൻ, ബീൻസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം ഫൈബറിന്റെ നല്ലൊരു സോഴ്സുകളാണ്. ഈ ഫൈബറിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: സോല്യൂബിൾ ഫൈബർ ആൻഡ് ഇൻസോല്യൂബിൾ ഫൈബർ. പേര് പോലെ തന്നെയാണ്. സോല്യൂബിൾ ഫൈബർ മീൻസ് ഇറ്റ്സ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. ഇതിന്റെ നല്ലൊരു സോഴ്സ് ആണ് ആപ്പിൾസ്, അവക്കാഡോസ്, ബനാനാസ്, പീസ്, ബീൻസ്. ഇതെല്ലാം നല്ലൊരു സോല്യൂബിൾ ഫൈബറിന്റെ സോഴ്സസ് ആണ്. സോല്യൂബിൾ ഫൈബർ മെയിൻ ആയിട്ട് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിന്റെയും കൊളസ്ട്രോളിനെയും എല്ലാം ലോവർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻസോല്യൂബിൾ ഫൈബർ. ഇൻസോല്യൂബിൾ ഫൈബർ എന്ന ഇറ്റ് മീൻസ് it's not dissolved in water, but the main function is it is not directly absorbing in materials ne easy passage അല്ലെങ്കിൽ peristaltic movements നെ improve ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ bulky stools form ചെയ്ത് വെളിയിൽ തള്ളുകയാണ് ചെയ്യുന്നത്. Hemorrhoids, it lowers the cholesterol, ഇതിനെല്ലാം ബോഡി എൻഹാൻസ് ചെയ്യുന്നു. താങ്ക് യു.